അടുത്ത സെഷനിൽ നമുക്കൊപ്പം ചേരുന്നത് മിസ്രിയാസ് അക്കാദമി ഫൗണ്ടറും ട്രെയിനറും ഹെഡുമായ ശ്രീമതി മിസ്രിയ റിയാസ് ആണ്. ഹായ് മാം. മിസ്രിയാസ് അക്കാദമി ഫൗണ്ടർ ആണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് അല്ലെ കൂണ് മുളച്ചതുപോലെ എന്ന് തന്നെ പറയാം, ഒത്തിരി IELTS കോച്ചിങ് സെൻറ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അതിൽ നിന്നും എന്താണ് ഈ ഒരു അക്കാദമി നൽകുന്ന വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു ഗ്യാരണ്ടി എന്താണ്? ഓക്കെ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാൻ 2020 ഒരു ഓൺലൈൻ ഫ്രീലാൻസ് IELTS ട്രെയിനറായിട്ട് ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്. എനിക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ സെക്ടറിൽ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 2011 എൻ്റെ എൻജിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ ഇൻഫോസിസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ടെക്നിക്കൽ മേഖലയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. എൻ്റെ ഒരു പാഷൻ, ഇന്നർ പാഷൻ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ സെക്ടർ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസിലും ഒരു എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഒരു റിസർച്ച് ഡിവിഷൻ ഉണ്ടാകും. അപ്പോൾ 2011 മുതൽ 2019 വരെ ഞാൻ മൾട്ടിനാഷണൽ കമ്പനികളുടെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഡിവിഷനിൽ വർക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, ഈ മിസ്രിയാസ് അക്കാഡമി എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എഡ്യൂക്കേഷണൽ സെക്ടറിൽ ഞാൻ സ്റ്റുഡൻസ് ആയിട്ടായിരുന്നു കൂടുതലും ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും യുണീക്കായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്കാണ്. അപ്പോൾ IELTS പഠിക്കുക എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ തൊഴിലിന് അന്വേഷിച്ച് പോകുന്നവർക്കുമാണ് ഈ IELTSൻ്റെ ഒരു റിക്വയർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഓരോ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്കാണ് ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്നത്. സോ ഒരു കുട്ടി വരുമ്പോൾ അയാളുടെ ആ ഒരു ലാംഗ്വേജ് എബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് അനലൈസ് ചെയ്ത്, ഇപ്പോൾ ചിലർ ബിലോ ആവറേജ് ആയിരിക്കും, ചിലർ ആവറേജ് ആയിരിക്കും, ചിലർ എബവ് ആവറേജ് ആയിരിക്കും. സോ എല്ലാവരെയും നമുക്ക് ഒരേ തളപ്പിൽ ഇതാക്കാൻ പറ്റില്ല, ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. സോ ഓരോ കുട്ടിയുടെയും ആ ഒരു കാലിബർ അനുസരിച്ച് ട്രെയിനിങ് അവേഴ്സ് ഫിക്സ് ചെയ്ത് ട്രെയിനിങ് മെത്തഡോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത്, അത് ഞാൻ മാത്രമല്ല, എനിക്കൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ ഗെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജീസ് വളരെ എഫക്റ്റീവായിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളത് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായ SOPയിലൂടെ അത് ഫോളോ ചെയ്യുന്ന എനിക്കൊരു ട്രെയിനിങ് ഡിവിഷനും ഉണ്ട്, ട്രെയിനിങ് ടീമും ഉണ്ട്. അപ്പോൾ ഞാനടങ്ങുന്ന ആ ഒരു ട്രെയിനിങ് ടീം ഈ കുട്ടികളെ വളരെ എഫക്റ്റീവായിട്ട് ഈ മാജിക്കൽ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. സോ 100% റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ IELTS കേവലം ഒരു IELTS പരീക്ഷ പാസ്സാകുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഒരു ലക്ഷ്യം. ഈ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നാലും ഈ ഒരു ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അവർക്ക് അറിയുന്നുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ സ്കില്ലപ്പ് ചെയ്യുവാണ് ആക്ച്വലി മിസ്രിയാസ് അക്കാഡമിയിൽ. സോ ഐ ബിലീവ് ദാറ്റ് ആ ഒരു ഫാക്ടറാണ് ഈ മിസ്രിയാസ് അക്കാഡമിയെ മറ്റുള്ള അക്കാഡമീസിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട് ഈ ഒരു ജേർണിയിൽ. ഞാൻ എൻ്റെ ഒരു 10 വർഷത്തെ എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ 5 വർഷവും ഞാൻ IELTS ട്രെയിനിങ് മേഖലയിൽ തന്നെയായിരുന്നു. അപ്പോൾ പല കാലിബറിലുള്ള പല തരത്തിലുള്ള കുട്ടികളെ ഡീൽ ചെയ്ത് അവർ നേരിട്ടിട്ടുള്ള ചാലഞ്ചസ് അനലൈസ് ചെയ്ത് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് അവരുടെ അടുത്തു നിന്ന് എടുത്തിട്ടാണ് ട്രെയിനിങ് മെത്തഡോളജി, ട്രെയിനിങ് കരിക്കുലം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും 1000ഓളം കുട്ടികൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവരിൽ നിന്നൊക്കെ കിട്ടിയ ഫീഡ്ബാക്ക് ഇനിയുള്ള കുട്ടികളെയും ട്രെയിൻ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ മാം, അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ IELTS പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ IELTS എക്സ്പേർട്ട് എന്നാണ് മാം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു IELTS ട്രെയിനറിൽ നിന്നും IELTS എക്സ്പേർട്ട് എന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? വെൽ, ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഒരു എക്സ്പേർട്ട് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ട്രെയിനർ ഒരു എക്സ്പേർട്ട് ലെവലിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനർ ഹി ഓർ ഷീ ഷുഡ് ബി എ കണ്ടിന്യൂസ് ലേണർ. നല്ലൊരു സ്റ്റുഡൻ്റ് ആയാൽ മാത്രമാണ് ആ ഒരു മേഖലയിൽ നമുക്കൊരു എക്സ്പെർട്ടീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഞാൻ എന്നെ ഇംപ്രൊവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഞാൻ പുതിയ കാര്യങ്ങൾ, ഡെയിലി ഐ സ്പെൻഡ് 1 hour ഫോർ ഇംപ്രൂവിങ് മൈസെൽഫ്, ഫോർ അപ്ഗ്രേഡിങ് ദ ട്രെയിനർ ഇൻ മീ. സോ ദാറ്റ് എനിക്ക് കുട്ടികളെ ഇപ്പോൾ ഇന്ന് ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തി എങ്ങനെ എനിക്ക് നാളെ ട്രെയിൻ ചെയ്യാം എന്നുള്ളത് ഐ എം ഡൂയിങ് മൈ ഓൺ റീസെർച്ച്. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്.
നമ്മളുടെ അടുത്ത് ഒരു കുട്ടി വിശ്വസിച്ച് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 100% കമ്മിറ്റ്മെൻറ്റോടുകൂടിയും റെസ്പോൺസിബിലിറ്റിയോടുകൂടിയും ആ കുട്ടിയെ റിക്വയർഡ് ബാൻഡ് സ്കോറിലേക്ക് എത്തിക്കാനുള്ള സ്ട്രാറ്റജീസും ട്രെയിനിങ് മെത്തഡോളജീസും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ്സ് എ റീസൺ വൈ ലൈക്ക് സ്റ്റുഡൻസ് കോൾ മീ ആൻ IELTS എക്സ്പേർട്ട്. മാം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ഒരു IELTS ട്രെയിനിങ് സെൻറ്റർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് നേരിടേണ്ടി വരുന്ന ചാലഞ്ചസ്? ഓക്കെ, സോ ഞാനിത് ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റിൽ ഓൺലൈൻ തന്നെയാണ്, ബട്ട് ഇൻ ദ നിയർ ബൈ ഫ്യൂച്ചർ നമ്മളിത് ഫിസിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്, സെറ്റപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ഇപ്പോൾ എൻക്വയറീസ് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഓൺലൈൻ എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്നുള്ളത് കൺവേ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ചാലഞ്ചിങ്. ഇറ്റ്സ് എ ബിറ്റ് ചാലഞ്ചിങ് ബിക്കോസ് നമുക്ക് എൻക്വയറീസ് വരുന്നത് കൂടുതലും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ്. ഇവിടെയും ഉണ്ട്, എന്നാലും കൂടുതലും പുറത്തുള്ള ഇവർ ഫിലിപ്പൈൻസിൽ നിന്ന് വരെ എനിക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ട്. സോ ഇവർക്ക് നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് എ ബിറ്റ് ചാലഞ്ചിങ് തിങ്. സോ അതിന് നമ്മളൊരു ഡെമോ സെഷൻ എങ്ങനെയാണ് ഒരു 45 മിനിറ്റ്സിൻ്റെ ഒരു ഡെമോ സെഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആൻഡ് എങ്ങനെയാണ് ആ ട്രെയിനിങ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്, ഒരു ഇത്ര ഡ്യൂറേഷനിലേക്കുള്ളൊരു ട്രെയിനിങ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ആ ഡെമോ സെഷനിലൂടെ കൺവേഡ് ആക്കപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് ഐ ഹവ് ട്രെയിൻഡ് എ ബ്ലൈൻഡ് കാൻഡിഡേറ്റ്. ഒരു 80% ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ഞാനൊരു ഓവറോൾ 8 ബാൻഡിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ബ്ലൈൻഡ് കാൻഡിഡേറ്റ് അറിയാലോ, ഒരു നോർമൽ കാൻഡിഡേറ്റിന് ഇടുന്നതിൻ്റെ ട്വൈസ് ഓർ ത്രൈസ് എഫേർട്ടാണ് ഈ ഒരു 80% ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് ഇടേണ്ടത്. അപ്പോൾ ഈവൻ ആ കുട്ടിക്ക് ഈ ഓൺലൈൻ ട്രെയിനിങ്സിലൂടെ ഈ ഒരു റിക്വയർഡ് ബാൻഡ് സ്കോറിലേക്ക് എത്താൻ പറ്റി എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാ ബ്ലെസ്സിങ്സും ഉള്ള എല്ലാ രീതിയിലും കാലിബറുള്ള ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും ഒരു സ്റ്റുഡൻറ്റിനെ തീർച്ചയായിട്ടും റിക്വയർഡ് ബാൻഡ് സ്കോറിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ഒരു ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ് കൺവേ ചെയ്യാന്നുള്ളതാണ് ഞാൻ എൻ്റെ കരിയറിൽ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. യെസ് മാം, ഈ ഒരു അക്കാദമിയെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻ ഫ്യൂച്ചർ? യെസ്, അതായത് വിവിധ ഭാഷകളിൽ സ്കില്ല് അക്വയർ ചെയ്യാന്നുള്ളത് ഇറ്റ്സ് ദ നീഡ് ഓഫ് ദ അവർ. ഇപ്പം അറിയാലോ, കൂടുതൽ ആളുകളും പുറം രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ കൺട്രീസ്, അതുപോലെ കാനഡ, UK അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്നതും വിദ്യാഭ്യാസത്തിന് പോകുന്നതും ഒക്കെ ഇന്നൊരു ട്രെൻഡാണ്. അപ്പം അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഈവൻ നമ്മുടെ നാട്ടിൽ തന്നെ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മലയാളം അല്ലെ നേറ്റീവ് മദർ ടങ്ക് കൂടാതെ പല ഭാഷകൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് കൂടാതെ ഇപ്പോൾ ഫ്രഞ്ച്, ജർമ്മൻ അങ്ങനെയുള്ള പല പല ഭാഷകളിൽ മിസ്ട്രിയാസ് അക്കാഡമിയെ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യണം എന്ന് ഒരാഗ്രഹമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റീസെൻ്റ്ലി നമ്മൾ ആദ്യം IELTS വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ റീസെൻ്റ്ലി ഞാൻ പിയേഴ്സൺസ് ടെസ്റ്റ് ഫോർ ഇംഗ്ലീഷ് PTE ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ ഒരു അക്കാഡമിയിലെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ് ഞാൻ പഠിച്ച് കൃത്യമായിട്ട് സ്ട്രാറ്റജീസ് ബിൽഡപ്പ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ ടീമിലേക്ക് കൊടുത്ത ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ എൻ്റെ ടീമിന് കൊടുത്തിട്ടാണ് ഞാനത് ഇൻഡസ്ട്രിയിലേക്ക് ലൈക്ക് എൻ്റെ സ്റ്റുഡൻസിനെ ഞാനത് ട്രെയിൻ ചെയ്യിക്കുകയുള്ളൂ. സോ 100% കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മിസ്ട്രിയാസ് അക്കാഡമിയെ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യണം എന്നുള്ളതാണ് ലാംഗ്വേജ് ട്രെയിനിങ്സിൽ പല മൾട്ടി ലാംഗ്വേജ് ലെവൽസിൽ സ്കെയിലപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. മിസ്ട്രിയാസ് അക്കാദമിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.